ഹയർ സെക്കൻഡറി മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ NCERT ബുക്കിലെ 3 വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. പൊതുവെ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എക്സാമ്പിൾ 1. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ് z equal to 4x plus y. Subject to the constraints x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. ആദ്യമായിട്ട് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ലൈൻ വരയ്ക്കാൻ 2 പോയിന്റുകളാണ് ആവശ്യം. അതിനുവേണ്ടി x പ്ലസ് വൈ ഈക്വൽ ടു 50 എന്ന ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഭാഗമായി 2 പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്. എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുത്താൽ നേരിട്ട് y ഈക്വൽ ടു 50. അതുപോലെ തന്നെ y ഈക്വൽ ടു 0 കൊടുത്താൽ x ഈക്വൽ ടു ഡയറക്റ്റ് പറയാം 50. ദെൻ രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. അതിനുവേണ്ടി നാം 3x പ്ലസ് വൈ ഈക്വൽ ടു 90. x 0 കൊടുത്താൽ 3x ഈക്വൽ ടു 0, ബാക്കി y ഈക്വൽ ടു 90. y ഈക്വൽ ടു 0 ആണെങ്കിൽ 3x ഈക്വൽ ടു 90, x ഈക്വൽ ടു 30. ദെൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും നാം x ഈക്വൽ ടു 0 വരയ്ക്കുന്നു. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് y ഈക്വൽ ടു 0. ഇതിനു വേണ്ടി ഇനി x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. ഈ ലൈനാണ് നാം ആദ്യം വരയ്ക്കുന്നത്. നമുക്കറിയാം x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ്. ആദ്യമായിട്ട് ഇത് രണ്ടും വരച്ചു. ദെൻ അടുത്തത് 0, 50 എന്ന ലൈൻ വരച്ചു, എന്ന പോയിന്റ് വരച്ചു. 50, 0. ഇനി എ ബി എന്ന 2 പോയിന്റ് യോജിപ്പിക്കുന്നു. ദെൻ അടുത്ത പോയിന്റ് 0, 90, അതാണ് സി എന്ന പോയിന്റ്. 30, 0, അതാണ് ഡി എന്ന പോയിന്റ്. സി ഡി എന്ന 2 പോയിന്റുകൾ യോജിപ്പിക്കുന്നു. നമുക്കിനി ആവശ്യം ഈ 2 പോയിന്റ്, 2 ലൈനാണ് നാം വരച്ചത്. ഈ 2 ലൈൻ ഉപയോഗിച്ച് ഈ ലൈനിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ലെസ് ദാൻ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഗ്രേറ്റർ ദാൻ വരുന്നത്, ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ആദ്യത്തെ ലൈനായ 0, 50, 50, 0, ആ ലൈനിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു പോയിന്റ്, അതാണ് 0, 0. ആ 0, 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണോ ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത്, ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി പുട്ട് 0, 0 ഇൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ആ ഭാഗത്തേക്കാണ് നാം ഷെയ്ഡ് ചെയ്യേണ്ടത്. ദെൻ ഇതുപോലെ തന്നെ 3x പ്ലസ് വൈ ഈക്വൽ ടു 90 ആണ് നാം വരച്ചത്. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ആ ലൈനിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു പോയിൻ്റാണ് 0, 0. ടെസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് നാം ഈ പോയിൻ്റ് തന്നെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പുട്ട് 0, 0 ഇൻ 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90, അതും ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 0, 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നർത്ഥം. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ്, അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സിൻ്റെ പോസിറ്റീവ് പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നു. അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 4 ഭാഗത്താണ് നാം 4 വ്യത്യസ്ത സമയങ്ങളിൽ, അതായത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50യുടെയും 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 കാണുന്ന ഭാഗവും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈ 4 ഭാഗവും പലപ്പോഴായിട്ട് നാം ഷെയ്ഡ് ചെയ്തു. ഇതെല്ലാം കൂടി ചേരുന്ന ഭാഗമാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതായത് ഷെയ്ഡ് ചെയ്തതിൽ 4 പോയിന്റിൽ 3 പോയിൻ്റ് നമുക്കറിയുള്ളൂ. 4ാമത്തെ പോയിന്റിന് വേണ്ടിയിട്ട് ആ ലൈനുകൾ സോൾവ് ചെയ്യുന്നു. ഒന്നാമത്തേത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50, രണ്ടാമത്തെ 3x പ്ലസ് വൈ ഈക്വൽ ടു 90. ഇത് സോൾവ് ചെയ്യുമ്പോൾ, അതായത് വൈയുടെ കോയിഫിഷ്യൻ്റ് ഒരുപോലെയാണ്, അതുകൊണ്ട്
രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. 2x = 40, x = 20. ഇത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് y = 30. അതായത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 20, 30. ഇനി ഇവിടെ ഈ നമുക്കറിയാവുന്ന പോയിന്റുകൾ 0, 0, പിന്നെ 30, 0, 20, 30, 0, 50. ഇതിൽ കറസ്പോണ്ടിങ് വാല്യൂ ആണ് കാണുന്നത്. നമുക്കറിയാം z = 4x + y ആണ്. 0, 0 ആണെങ്കിൽ എക്സിന് 0, വൈക്ക് 0 കൊടുത്താൽ വാല്യൂ 0. ദെൻ 4 × 30 + 0, ദാറ്റ് ഈസ് 120. 4 × 20 + 30 = 110. 4 × 0 + 50, ദാറ്റ് ഈസ് 50. ഇതിലെ ഏറ്റവും വലിയ വാല്യൂ 120 ആണ്, ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളത് മാക്സിമം വാല്യൂ ആണ്. അതുകൊണ്ട് മാക്സിമം വാല്യൂ ഓഫ് z ഈസ് 120 at 30, 0. ഇങ്ങനെയാണ് ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. നമുക്കിനി രണ്ടാമത്തെ മറ്റൊരു ചോദ്യം നോക്കാം. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മിനിമൈസ് z = 200x + 500y subject to the constraints x + 2y greater than or equal to 10, 3x + 4y less than or equal to 24, x greater than or equal to 0, y greater than or equal to 0. നമുക്കിവിടെ വരയ്ക്കേണ്ട ലൈൻ x + 2y = 10ഉം 3x + 4y = 24 ആണ് നാം ഈ സമയത്ത് വരയ്ക്കേണ്ടത്. കൂടാതെ x = 0യും y = 0യും. അതിനുവേണ്ടി ആദ്യം x + 2y greater than or equal to 10. ലെസ് ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ആയാലും നാം വരയ്ക്കുന്നത് ഈക്വൽ ടു എന്ന ലൈനാണ്. അതായത് x + 2y = 10. ഈ ലൈൻ വരയ്ക്കാൻ നമുക്കറിയാം 2 പോയിന്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. എക്സിന് 0 കൊടുത്താൽ 2y = 10, y = 5. yക്ക് 0 കൊടുത്താൽ x = 10. ഇപ്പോൾ x + 2y = 10 എന്ന ലൈൻ വരയ്ക്കാൻ വേണ്ടതായ 2 പോയിന്റുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദെൻ 3x + 4y less than or equal to 24. അതിനുവേണ്ടി x 0 കൊടുത്താൽ 4y = 24, y = 6. yക്ക് 0 കൊടുത്താൽ 3x = 24, x = 8. കൂടാതെ x greater than or equal to 0. അതിനുവേണ്ടി x = 0 എന്ന ലൈനാണ് നാം വരയ്ക്കുന്നത്. y greater than or equal to 0, അതായത് y = 0. നമുക്കിവിടെ 4 ലൈനുകളാണ് വരയ്ക്കാനുള്ളത്. ഒന്ന് x = 0, മറ്റൊന്ന് y = 0, x + 2y = 10, 3x + 4y = 24. അതിനുവേണ്ടി നാം ആദ്യം x = 0, y = 0. നമുക്കറിയാം x = 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y = 0 x ആക്സിസ്. ഇത് രണ്ടും വരച്ചു കഴിഞ്ഞു. ദെൻ അടുത്തത് x + 2y = 10 വരയ്ക്കാൻ വേണ്ടതായ 2 പോയിന്റുകളാണ് നാം കണ്ടെത്തിയത്. 0, 5ഉം 10, 0യും. ആദ്യമായിട്ട് 0, 5. അതാണ് ക്യാപിറ്റൽ A 0, 5. ദെൻ ക്യാപിറ്റൽ B 10, 0. ഇത് രണ്ടും കൂടി യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈനാണ് x + 2y = 10. ഇവിടെ ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ 10ൻ്റെ ഭാഗത്താണ് നാം ഷെയ്ഡ് ചെയ്യേണ്ടത്. നാം വരയ്ക്കുന്നത് എപ്പോഴും ഈക്വൽ ടു ലൈൻ ഭാഗത്താണ്. ദെൻ രണ്ടാമത്തെ 3x + 4y = 24. അതിനുവേണ്ടി ആദ്യ പോയിന്റ് 0, 6, ദെൻ 8, 0. C, D 2 പോയിന്റുകൾ യോജിപ്പിച്ച് ലൈൻ വരയ്ക്കുന്നു. 3x + 4y = 24. നമുക്കിനി വേണ്ടത് ഈ ലൈനുകളുടെ ഏത് ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നതാണ്. ആദ്യമായിട്ട് x + 2y = 10. ആ ലൈനിൻ്റെ ഒരു ഭാഗത്തുള്ള പോയിൻ്റാണ് 0, 0. ആ 0, 0 വരുന്ന ഭാഗത്ത് ആ 0, 0 വരുന്ന പോയിൻ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. 0, 0 വരുന്ന ഭാഗത്താണോ അല്ലാത്ത ഭാഗത്താണോ എന്നതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. എക്സിനും വൈക്കും 0 കൊടുത്താൽ 0 + 0 > 0, അത് ട്രൂ അല്ല. ട്രൂ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് 0, 0 ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഈ കാണുന്ന പോലെ 0, 0 ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് 3x + 4y less than or equal to 24 ആണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്തുള്ള പോയിൻ്റായ 0, 0 ഉൾപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് പരിശോധിക്കുന്നു.
എക്സിനും വൈക്കും 0 കൊടുത്താൽ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സിൻ്റെ പോസിറ്റീവ് പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നു. വൈ ഗ്രേറ്റർ ദാൻ 0 വൈയുടെ പോസിറ്റീവ് പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നു. ഇനി ഇതിൽ 4 ഭാഗവും കൂടി ഒന്നിച്ചു വരുമ്പോൾ എങ്ങനെയാണ്, അതാണ് നാം അടുത്തത് ഫിഗറിൽ കാണുന്നത്. ഇനി ഇതിനു വേണ്ടി നമുക്കിവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ രണ്ട് ലൈനുകളുടേത്, അതായത് എക്സ് പ്ലസ് വൈ എസ് പ്ലസ് 2y ഈക്വൽ ടു 10 3x പ്ലസ് 4y ഈക്വൽ ടു 24 ഈ രണ്ട് ലൈനുകൾ ചേരുന്ന പോയിൻ്റാണിത്. ആ പോയിൻ്റ് ഉപയോഗിച്ച് പോയിൻ്റ് സോൾവ് ചെയ്തിട്ട് കണ്ടെത്തുകയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 3x പ്ലസ് 4y ഈക്വൽ ടു 24. നമ്മളിവിടെ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത്തേതും മൂന്നാമത്തേതിൻ്റെയും വൈയുടെ കോയിഫിഷ്യൻ്റ് ഒരുപോലെയാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. therefore x ഈക്വൽ ടു 4. ഇത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു 3. അതുകൊണ്ട് നമുക്ക് പറയാം പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 4,3. ഇപ്പോൾ ഈ എന്ന പോയിൻ്റ് 4,3. ഇപ്പോൾ നമുക്ക് 3 പോയിൻ്റുകളും ലഭിച്ചു. ഇനി ഇതിൽ നാം ചെയ്യുന്നത് ഇതിൻ്റെ കോർണർ പോയിൻ്റുകൾ കണ്ടെത്തുകയാണ്. നമുക്കറിയാം കോർണർ പോയിൻ്റ് ഒന്ന് 0,5, മറ്റൊന്ന് ഇപ്പോൾ കണ്ടെത്തിയ 4,3, മറ്റൊന്ന് 0,6. അതിനുവേണ്ടി എക്സിനും വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. z ഈക്വൽ ടു 200x പ്ലസ് 500y. 200 ഇൻറ്റു 0 പ്ലസ് 500 ഇൻറ്റു 5 2500. 200 ഇൻറ്റു 4 പ്ലസ് 500 ഇൻറ്റു 3 2300. 200 ഇൻറ്റു 0 പ്ലസ് 500 ഇൻറ്റു 6 ദാറ്റ് ഈസ് 3000. ഇവിടെ കാണാനുള്ളത് മിനിമം വാല്യൂ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ മിനിമം വാല്യൂ 2300. പോയിൻ്റ് 4,3. ഇങ്ങനെയാണ് ഈ ചോദ്യം കണ്ടെത്തേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി മിനിമൈസ് ആൻഡ് മാക്സിമൈസ്. രണ്ടും കാണേണ്ടതുണ്ട്. z ഈക്വൽ ടു 3x പ്ലസ് 9y സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന മറ്റൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ലൈന് കൂടി നമുക്കിവിടെ വരയ്ക്കാനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതായത് എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ഭാഗം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നാം എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60യും അതുപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എക്സ് ഈക്വൽ ടു വൈ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 ഈ 5 ലൈനാണ് നാം വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി വേണ്ട പോയിൻ്റുകൾ കാണുന്നു. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. എക്സിന് 0 കൊടുത്താൽ 3y ഈക്വൽ ടു 60 വൈ ഈക്വൽ ടു 20. വൈക്ക് 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 60. ദെൻ രണ്ടാമത്തെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അതിനുവേണ്ടി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. എക്സിന് 0 കൊടുത്താൽ നേരിട്ട് വായിക്കാം y ഈക്വൽ ടു 10. വൈക്ക് 0 കൊടുത്താൽ നേരിട്ട് വായിക്കാം എക്സ് ഈക്വൽ ടു 10. ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എക്സ് ഈക്വൽ ടു വൈ. എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0 ആണ്. തിരിച്ച് മുൻപ് ചെയ്ത പോലെയാണെങ്കിൽ വൈക്ക് 0 കൊടുത്താൽ വീണ്ടും 0 തന്നെയായി, ഒറ്റ പോയിൻ്റേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് എക്സിനും വൈക്കും തുല്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിന് 30 കൊടുത്താൽ വൈക്ക് വീണ്ടും നമുക്ക് 30 ലഭിക്കും. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പഴയ പോലെ എക്സ് ഈക്വൽ ടു 0 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. നമുക്കിവിടെ 5 ലൈനാണ് വരയ്ക്കേണ്ടത്. ഒന്ന് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എക്സ് ഈക്വൽ ടു വൈ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാം. ആദ്യം എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദെൻ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 0 20 എന്ന പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ എ ഈക്വൽ ടു 0 20. ദെൻ 60 0 അതാണ് ബി എന്ന പോയിൻ്റ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദെൻ എ ബി എന്ന ലൈൻ വരയ്ക്കുന്നു. ദെൻ അടുത്തതായിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ വൈയുടെ 10 കിട്ടിയ 0 10 എന്ന പോയിൻ്റ്.
ദെൻ 10 0 എന്ന പോയിൻ്റ്, അതാണ് സി ഡി എന്ന പോയിൻ്റുകൾ. സി ഡി യോജിപ്പിക്കുന്നു. ദെൻ അടുത്ത ലൈൻ വരയ്ക്കാൻ 0 0 30 0. ഇ എഫ് യോജിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാ പോയിൻ്റുകളും എല്ലാ ലൈനുകളും നാം വരച്ചു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോരോ ലൈനിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ലെസ് ദാൻ, ഏത് ഭാഗത്തേക്കാണ് ഗ്രേറ്റർ ദാൻ. അതിനുവേണ്ടി ആദ്യമായിട്ട് ആദ്യത്തെ ലൈനായ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60, ആ ലൈനിൻ്റെ ഒരു ഭാഗത്തുള്ള പോയിൻ്റാണ് 0 0. പുട്ട് 0 0 ഇൻ എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണോ ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 വരുന്നത്? ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. എക്സിനും വൈക്കും 0 കൊടുത്താൽ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, ഇത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. അതുപോലെ അടുത്ത ലൈനായ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോഴും 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണോ ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണോ ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ഇത് ട്രൂ അല്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. 0 0 ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. ദെൻ അടുത്തത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 0 0 ഈ ലൈനിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് അത് ലെസ് ദാനുമല്ല ഗ്രേറ്റർ ദാനുമല്ല ഈക്വൽ ടു വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് ലൈനിലല്ലാത്ത ഒരു ഭാഗത്തുള്ള പോയിൻ്റായ 10 0 വെച്ചിട്ടാണ് നാം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് 10ഉം വൈക്ക് 0യും കൊടുത്താൽ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫാൾസ് ആണ്, ട്രൂ അല്ല. അതുകൊണ്ട് 10 0 എന്ന പോയിൻ്റ് ഉൾപ്പെടാത്ത ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. നമുക്കിനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സിൻ്റെ പോസിറ്റീവ് ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈയുടെ പോസിറ്റീവ് ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഈ 5 തരത്തിലുള്ളതും കോമണായി വരുന്ന ഭാഗം. ഈ കോമണായി വരുന്ന ഭാഗമാണ് ഫിഗറിൽ കാണുന്നത്. അതിലിനി 2 പോയിൻ്റുകൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ ലൈനുകൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടി സോൾവ് ചെയ്യേണ്ടതുണ്ട്. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന ലൈൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു വൈ, ഈ 3 ലൈനുകൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് സോൾവിങ് 1 ആൻഡ് 3. നമുക്കറിയാം എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60യും എക്സ് ഈക്വൽ ടു വൈയും. വൈ കാണുന്നിടത്ത് അല്ലെങ്കിൽ എക്സ് കാണുന്നിടത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y പ്ലസ് 3y ഈക്വൽ ടു 60, 4y ഈക്വൽ ടു 60, y ഈക്വൽ ടു 15, therefore x ഈക്വൽ ടു 15. അതുകൊണ്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 15 15. ഇനി നാം അടുത്തതായിട്ട് ചെയ്യുന്നത് രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ ലൈൻ സോൾവ് ചെയ്യുന്നു. സോൾവിങ് 2 ആൻഡ് 3. y കാണുന്നിടത്ത് x കൊടുത്താൽ 2x ഈക്വൽ ടു 10, x ഈക്വൽ ടു 5, x ഈക്വൽ ടു y ആണ്. അതുകൊണ്ട് x ഈക്വൽ ടു y ഈക്വൽ ടു 5 എന്ന് സൂചിപ്പിക്കാം. Therefore points of intersection is 5, 5. ആ പോയിൻ്റുകളാണ് നാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിനി വേണ്ടത് ഇതിൻ്റെ കോർണർ പോയിൻ്റ് എവിടൊക്കെയാണ് മാക്സിമം എവിടൊക്കെയാണ് മിനിമം എന്ന് കാണുന്നു. അതിനുവേണ്ടി 0 10, 0 20 നാം നേരത്തെ കണ്ടെത്തിയ 15 15, 5 5 ഈ പോയിൻ്റുകളുടെ മാക്സിമം വാല്യൂ കറസ്പോണ്ടിങ് കോർണർ പോയിൻ്റുകളുടെ വാല്യൂ ആണ് നാം ഇവിടെ കാണുന്നത്. അതിന് z ഈക്വൽ ടു 3x പ്ലസ് 9y. എക്സിന് 0 വൈക്ക് 10 കൊടുത്താൽ 90. ദെൻ എക്സിന് 0 വൈക്ക് 20 കൊടുത്താൽ 9 ഇൻറ്റു 20 180. അടുത്തതായിട്ട് 3 ഇൻറ്റു 15 പ്ലസ് 9 ഇൻറ്റു 15 ആൾസോ 180. ദെൻ 3 ഇൻറ്റു 5 പ്ലസ് 9 ഇൻറ്റു 5 60. ഇപ്പോൾ ഇവിടെ എല്ലാ വാല്യൂവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിലെ മിനിമവും വേണം മാക്സിമവും വേണം. മാക്സിമം എന്നുള്ളത് 180 2 പോയിൻ്റുകളിൽ വരുന്നുണ്ട്. 0 20ക്കും 15 15നും 180 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ ജി എന്ന പോയിൻ്റ് 5 5, അതിലെ മിനിമം വാല്യൂ 60 കൂടിയാണ്. ഇതാണ് നാം ഇവിടെ അവസാനമായി രേഖപ്പെടുത്തേണ്ടത്. അതായത് മാക്സിമം വാല്യൂ ഓഫ് z ഈസ് 180 അറ്റ് ദ പോയിൻറ്റ് 0 20 ആൻഡ് 15 15.
മിനിമം വാല്യൂ ഓഫ് സെഡ് ഈസ് 60 അറ്റ് ദ പോയിൻറ്റ് 55. ഇതാണ് നമുക്കിവിടെ രേഖപ്പെടുത്താനുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ 6 മാർക്ക് ലഭിക്കാവുന്ന നല്ലൊരു ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഈ 2025 മാർച്ച് 17 മാത്സ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും എല്ലാ മാത്തമാറ്റിക്സിൻ്റെ വിജയാശംസകൾ.